കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ റോഡ് പണി പുരോഗമിക്കുന്നത് പെരുമഴയത്താണ്. റോഡ് വേഗത്തിൽ നന്നാക്കാനുള്ള ആത്മാർത്ഥത കൊണ്ടല്ല ഇത്. നവകേരള സദസ്സിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മന്ത്രിപ്പടയ്ക്ക് വഴിയൊരുക്കുകയാണ് ഉദ്യോഗസ്ഥർ. നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊടുവിൽ പെരുമഴയത്തുള്ള റോഡ് പണി അവസാനിപ്പിച്ച കരാറുകാർ മുങ്ങി. കാട്ടാക്കട മുതൽ നെയ്യാർ ഡാം വരെയുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. പലതവണ പരാതി പറഞ്ഞു, ഉദ്യോഗസ്ഥർ ചെവി കൊണ്ടില്ല. നവകേരള സദസ്സിനായി മന്ത്രിപ്പട എത്തുന്നു എന്നറിഞ്ഞതോടെ എല്ലാ സാങ്കേതികത്വങ്ങളും വഴിമാറി. ഈ മാസം 22-നാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാട്ടാക്കട മണ്ഡലത്തിലെത്തുന്നത്. അതിനു മുന്നോടിയായി തിരക്ക് പിടിച്ച അറ്റകുറ്റപ്പണിയാണ് കാട്ടാക്കട ടൗൺ മുതൽ നെയ്യാർ ഡാം വരെയുള്ള റോഡിൽ. റോഡ് പണിയുന്നത് നാട്ടുകാർക്ക് സന്തോഷമുള്ള കാര്യമാണ്, അവരുടെ ആവശ്യമാണ്. പക്ഷേ ഇവിടെ പ്രതിഷേധമുയർന്നു, തെല്ലും ആത്മാർത്ഥതയില്ലാത്ത കള്ളപ്പണിയുടെ പേരിൽ. കാട്ടാക്കടയിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു പ്രഹസനം മാത്രമാണ്. ഈ റോഡിൻ്റെ പണിയെന്ന് പറഞ്ഞ് ഈ മഴയത്ത് നടത്തേണ്ട യാതൊരു കാര്യമില്ല എന്ന് പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. പിണറായി കടന്നു വരുന്നതുകൊണ്ട് മാത്രമാണ് ഈ റോഡുകൾ ഇപ്പോൾ നവീകരിക്കുന്നത്. ഇതുവരെ ഇത്രയും ദിവസം MLAയ്ക്കോ കേരള ഗവൺമെൻറ്റിനോ ഇല്ലാത്ത ഒരു വേദനയാണ് ഇപ്പോൾ ജനങ്ങളോട് വന്നിരിക്കുന്നത്. നവകേരള സദസ്സ് കഴിഞ്ഞാൽ പഴയതിനേക്കാൾ ദുരിതത്തിലാകും. നവകേരള സദസ്സിന് മുന്നോടിയായുള്ള ഈ തട്ടിക്കൂട്ടുപണി. മന്ത്രിമാർക്ക് ഒറ്റ ദിവസത്തേക്ക് സഞ്ചരിക്കാൻ മാത്രം മതിയോ ഈ നല്ല റോഡുകൾ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ഇതിപ്പോൾ മുറിവിൽ നമ്മൾ പ്ലാസ്റ്റർ ഇട്ടാൽ എന്താ ചെയ്യുന്നത്? അല്പ ദിവസം കഴിയുമ്പോൾ ഇളകിക്കളയും. അതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിണറായി വിജയൻ വരുന്നു, പോകുന്ന സമയത്ത് ഈ റോഡെല്ലാം ഇളകി പോകുന്ന ഒരു അവസ്ഥയാണ്. നാട്ടുകാർക്ക് ഇതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. സാധാരണ മഴയത്ത് അവർ നീന്തിയെങ്കിലും ഇപ്പോൾ റോഡേ പോകുമായിരുന്നു. ഇപ്പോൾ നീന്തി പോകാനും പറ്റാത്തൊരവസ്ഥയിലാണ് കാട്ടാക്കടയുടെ അവസ്ഥ. ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് കറക്റ്റാണ് നിങ്ങൾ കണ്ടോളുക. നമുക്ക് നല്ല ലൈവ് കൊടുക്കണം. ഐസ് കട്ട ഇതാണ് നമ്മുടെ സർക്കാരിന്റെ ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കുക എന്നുള്ള സംവിധാനം കണ്ടോളുക. നാട്ടുകാരുടെ പ്രതിഷേധ ചൂടിൽ തൽക്കാലം പണി നിർത്തി. പെരുമഴ മാറിയാൽ വീണ്ടും പുനരാരംഭിക്കാനാണ് നീക്കം. പലകുറി സാങ്കേതികത്വം പറഞ്ഞ ഈ ജനതയെ ഒഴിവാക്കിയതാണ്. മന്ത്രിമാർ വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ഈ സാങ്കേതികത്വമെല്ലാം എവിടെ പോയി? ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. എബി ജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അതുതന്നെയാണ്, പൊതുജനം കഴുതയല്ല സാർ എന്നാണ് ഉദ്യോഗസ്ഥരോട്, ആ കരാറുകാരോടൊക്കെ പറയാനുള്ളത്. റോഡിലെ കുഴിയിൽ പതിക്കാതെ മുഖ്യമന്ത്രിക്കും വാഹനവ്യൂഹവും വളരെ നൈസായിട്ട് കടന്നുപോകും. പക്ഷേ റോഡ് പഴയതിലും മോശമാകുമെന്നല്ലാതെ താൽക്കാലിക കുഴിയുടെ അടക്കൽ കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല നാട്ടുകാർ പറയുന്നുണ്ട്. മഴവെള്ളം നിറഞ്ഞ കുഴികളിൽ ടാർ മിക്സർ നിറച്ചാൽ എത്ര നാൾ നിൽക്കുമെന്നും അവർ ചോദിക്കുന്നു. കേൾക്കാം അവർക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി വരുന്ന ആ സമയത്ത് മാത്രം റോഡ് നന്നായാൽ മതിയോ? അതുപോലെ നമ്മൾ അതും ഈ മഴ സമയത്ത് ഇങ്ങനെ ടാർ ചെയ്താൽ പിറ്റേ ദിവസം തന്നെ അത് ഇളകിപ്പോകും. അപ്പോൾ അതും ഒരു പാഴ്ചെലവാണ്. പുതിയ റീടാറിങ് അവിടെ പേച്ച് വർക്ക് ചെയ്തില്ലേ, അവിടെ വന്നിട്ട് ഇങ്ങനെ ഓരോ ഇങ്ങനെ പൊങ്ങി കിടക്കുകയാണ്. നവകേരള സദസ്സിന് വേണ്ടി മാത്രം തട്ടിക്കൂട്ട് ചെയ്യുന്ന ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിട്ടാണ് കാണാൻ കഴിയുന്നത്. തട്ടിക്കൂട്ട് തന്നെയാണിത്. ഇന്നലെ വൈകുന്നേരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ പെരുമഴയത്താണ് ഈ ടാറിങ് ചെയ്തത്. ഫുള്ളും കാട്ടാക്കട തൊട്ട് ഇവിടെ ചൂണ്ടുവല വഴി അങ്ങോട്ട് എല്ലാ ഭാഗങ്ങളിലും ഈ പെരുമഴയത്താണ് ഈ ടാറിങ് നടന്നത്. അത് കഴിയുമ്പോൾ എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ ഇത് പൊളിഞ്ഞു പോകും ഉറപ്പായിട്ട്. അവർ ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ബഷീർ എന്നെ പറയുകയാണ്, ഹാഷ്മി സമ്മേളനത്തിന് പേര് രജിസ്റ്റർ ചെയ്യാൻ വിളിച്ചിട്ടെടുക്കുന്നില്ല. രാവിലെ വിളിച്ചു, ഉച്ചയ്ക്ക് വിളിച്ചു, വൈകിട്ട് വിളിച്ചു. ബഷീർ ഒരു മെസ്സേജ് ജസ്റ്റ് അയച്ചിട്ട് അത് വേറൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നാണ് പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം. അത് വളരെ ഗംഭീരമായ അതിൻ്റെ പ്ലാനിങ് നടക്കുകയാണ്. കൃത്യമായ പ്രേക്ഷകരോട് അതെപ്പോഴാണ്, അതിൻ്റെ തീയതി എപ്പോഴാണെന്നൊക്കെ കൃത്യമായി തന്നെ പറയും. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.